നമുക്കിത് ഇത് എഴുതി നോക്ക്. ആണല്ലേ ചായ ഹൗ ടു മേക്ക് എ കപ്പ് ഓഫ് ടീ. എത്ര മതി പഞ്ചസാര കുറച്ച് കൂടുതലാവും. ആദ്യം കെട്ട് കഴിക്കുന്നത് കട്ടൻ ചായയാണ്. വേണമെങ്കിൽ തെളിവിന് വേണ്ടി ഞങ്ങളെ വീട്ടിൽ നിന്നാലും ഇങ്ങനെ കട്ടൻ ചായ ഉണ്ടാക്കുള്ളൂ. ചൂടില്ല പെണ്ണെ. ചൂടില്ലാത്ത ചായ കുടിക്കുന്ന ഇഷ്ടമല്ല. സമയത്തോ കുറച്ച് ചൂടാക്കാം. നമുക്ക് പോവാം. സെക്കൻഡ് ചൂടാക്കാം. അമ്മണി എന്താ പരിപാടി? സുന്ദരിപ്പെണ്ണവിടെ ഹായ് ഗായ്സ്, അങ്ങനെ ഞങ്ങൾ ലണ്ടനിൽ നിന്ന് നാളെ തിരിച്ചു പോവുകയാണ്. ജസ്റ്റ് ഒരു ഷോപ്പിങ്ങിന് പോവുക. ഇവിടുത്തെ നാളെ ഞങ്ങൾ അയർലൻഡിലോട്ട് തിരിച്ചു പോകും. അമ്മണി പൊന്നെ, നമ്മൾ നാളെ പോവാടി. തങ്കട് ഉണ്ടോടി നിനക്ക്? നിങ്ങൾ എവിടെ പോവാ മിനിയെ? ഞങ്ങൾ വലിയൊരു ഷോപ്പിങ്ങിന് പോവാ. സസ്മിനായിട്ട് നാളെ പോവല്ലേ, അപ്പം നിങ്ങൾക്ക് വേണ്ടി വലിയൊരു ഷോപ്പിങ്ങിന്. ഷോപ്പിംഗ് പറഞ്ഞ് മീൻകട കൊണ്ടുവരുതേ. മുത്തോട്ട നമ്മളെവിടെ പോവാ? എന്നാ വിട്ടോ, വണ്ടി കയറിക്കോ. മുത്തോട്ടിന്റെ ഷോപ്പിംഗ് ബീഫ് കടയാ. ഞങ്ങളിപ്പോൾ കുറച്ച് മീൻ വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. നാളെ അയർലാൻഡിലേക്ക് തിരിച്ചു പോവല്ലേ. അപ്പോൾ അയർലാൻഡിൽ മീൻ കിട്ടും വെള്ളിയാഴ്ച ദിവസം. വെള്ളിയാഴ്ച ദിവസം അവിടെ മലയാളിക്കടയിലൊക്കെ ഒരു ഗ്രൂപ്പുകളുണ്ട്, നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ്. അതിൽ മെസ്സേജ് വരും മീൻ വന്നിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ച് കഴിഞ്ഞാൽ മത്തി ഉണ്ട്, അയിലയുണ്ട്. അപ്പോൾ നമുക്ക് മത്തി അയിലൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. 9 മണിക്ക് മെസ്സേജ് വന്നു കഴിഞ്ഞാൽ 10 മണിക്ക് നമ്മൾ പോയ സാധനം തീർന്നിട്ടുണ്ടാവും. പിന്നെ അയില നാട്ടിലെ അയിലല്ല, ഇവിടുത്തെ ഒരു അയിലുണ്ട്. അത് അത്ര നല്ലൊരു അയിലയല്ല. ഇവിടെ നാട്ടിലെ സെയിം നാട്ടിൽ പോലും കിട്ടില്ല, അത്രയും നല്ല മീൻ ഇവിടെ കിട്ടും, നമ്മുടെ ഗൾഫിലൊക്കെ ഉള്ള പോലെ. അപ്പോൾ അത് കുറച്ച് വാങ്ങിയിട്ട് ഒരു 6 കിലോ വാങ്ങിയിട്ട് കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവരത് ഐസൊക്കെ ഇട്ട് തരും, ക്ലീൻ ചെയ്ത് തരും. ലണ്ടനിൽ 1 മണിക്കൂറേ ഉള്ളൂ അയർലാൻഡിലേക്ക് ഫ്ലൈറ്റിൽ. അപ്പോൾ ഒരു കേടും കൂടാണ്ട് അങ്ങ് എത്തും. അപ്പോൾ ഒരു 6 കിലോ വാങ്ങിയിട്ട് പോകണം. പിന്നെ ചെറിയ വേറെ കുറച്ച് പർച്ചേസും ഉണ്ട്. ഇവിടെ നമുക്ക് നല്ല ഫ്രഷ് ഞണ്ട് കിട്ടും. ഞണ്ടെന്ന് പറഞ്ഞാൽ വലിയ ഞണ്ട്. ഇത് ഒരു ടാങ്കിലിട്ട് വളർത്തുന്നതാണ്. ലോബ്സ്റ്റർ അങ്ങനത്തെ ഐറ്റംസിനെ കിട്ടും. ഏകദേശം 1-1.5 കിലോ വരും ഓരോന്ന്. അപ്പോൾ ഈ ഫോണിലൂടെ കാണുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ വലിപ്പം അറിയാൻ പറ്റിയെന്നല്ല. അവരെ കൈ കെട്ടി വെച്ചിരിക്കുകയാണ്.
അത്രയും വലുതാണ് ഇതൊക്കെ. അങ്ങനെ ഞങ്ങൾ മാർക്കറ്റിൽ നിന്ന് പർച്ചേസിങ് കഴിഞ്ഞിട്ട് വണ്ടി കയറിയപ്പോൾ അനിയൻ്റെ മോൻ നന്ദുക്കൂട്ടന് ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടി. അത് അവർക്കറിയില്ല. അപ്പോൾ അവരറിയാണ്ട് ഞങ്ങൾ ഒരുമിച്ച് തന്നെ അവിടുത്തെ ഒരു ഷോപ്പിൽ പോയിട്ട് അവരുടെ ഗിഫ്റ്റ് വാങ്ങിയിരിക്കുകയാണ് എന്ന് അപ്പോഴാണ് അവരറിയുന്നത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്. എനിക്ക് ഇവർക്ക് ഇതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് എങ്ങനെയാണ് ഒന്ന് കാണിച്ചു കൊടുക്കണം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്യണം. ഇതുവരെ കണ്ടതിൽ താങ്ക് യു വെരി മച്ച്. That is just coward. Coward.